അച്ഛാ, എനിക്കൊരു ബലൂൺ മേടിച്ചു തരുമോ? അതിനെന്താ മോനെ, വൈകുന്നേരം ഉത്സവത്തിന് പോകുമ്പോൾ നമ്മൾക്ക് മേടിക്കാമല്ലോ. അങ്ങനെ വൈകുന്നേരം ബലൂണും മേടിച്ച് ഉത്സവപ്പറമ്പിലെ കാഴ്ചകളും കണ്ട് നടക്കുമ്പോഴാണ് അവൻ വേറൊരു കാര്യം കാണുന്നത്. അങ്ങകലെ ഗുരുവായൂർ കേശവൻ നിൽക്കുന്നു. ഗുരുവായൂർ കേശവനെ കണ്ടതും കുട്ടിക്ക് കൗതുകം നിറഞ്ഞു. അവന് വീണ്ടും സംശയമായി. അച്ഛാ, ഇത്രയും വലിയ ആനയെ എങ്ങനെയാണ് ഈ പാപ്പൻ ഈ ചെറിയ ചങ്ങലയിൽ തളച്ചിരിക്കുന്നത്? കുട്ടിയുടെ കണ്ണിലെ കൗതുകം കണ്ട് അച്ഛനും സന്തോഷം തോന്നി. അച്ഛൻ വിവരിച്ചു. മോനെ, ആന കുഞ്ഞായിരുന്നപ്പോൾ ഈ ചങ്ങല അവന് വളരെ വലുതും ബലമുള്ളതുമായിരുന്നു. അന്നവൻ കുറേ ശ്രമിച്ചു അത് പൊട്ടിക്കാൻ. അവന് സാധിച്ചില്ല. പോകെ പോകെ അവനത് പൊട്ടിക്കാൻ കഴിയില്ല എന്ന് സ്വയം വിശ്വസിച്ചു. ആനയ്ക്ക് ആനയുടെ വലിപ്പം അറിയാത്ത പോലെ തന്നെയാണ് നമ്മളിൽ പലരും. മുട്ടയുടെ തോട് പൊട്ടിച്ച് കുഞ്ഞ് ചിറക് വിരിച്ച് ആകാശത്തിലേക്ക് പറന്നുയരുന്ന പോലെ നമ്മൾക്കും നമ്മുടെ മടിയുടെ പുറം ചട്ടകൾ പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ കഴിയണം. അങ്ങനെ ഞാനും എൻ്റെ ഒരു ചെറിയ പുറംചട്ട തകർത്ത് പുറത്തേക്ക് വരാൻ ശ്രമിച്ചതാണ് ഈ കഥ. എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.